ഹൃദയത്തിന് ട്രീറ്റ്മെന്റ് നടന്നാൽ നിന്റെ വീട്ടിൽ വലിയ ഹീലിംഗ് നടക്കും, നിന്റെ വീട്ടിൽ വലിയ ഡെലിവറൻസ് നടക്കും. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്ന് ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, പുറത്തു വരുന്ന രോഗത്തെ പേടിക്കണ്ട, പുറത്തു വരുന്ന കടത്തെ പേടിക്കണ്ട, പുറത്തു വരുന്ന പൈശാചികത്വത്തെ പേടിക്കണ്ട. മറിച്ച് നീ വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട്, നിന്റെ അകത്ത് ഒരു വചനത്തിന്റെ തീ കെടാതെ സൂക്ഷിച്ചോ. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 31-32 വാക്യങ്ങളാണ് നമ്മൾ അല്പനേരത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 31-32 വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. ഉടനെ അവരുടെ കണ്ണു തുറന്ന് അവർ അവനെ അറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷനായി. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്നവർ തമ്മിൽ പറഞ്ഞു. മതി. നല്ല വചനത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ജഡത്തിൽ അവതരിച്ചത് മനുഷ്യകുലത്തിൻ്റെ നിത്യരക്ഷയ്ക്കും പാപപരിഹാരത്തിനുമാണ്. യേശുക്രിസ്തു ഭൂമിയിൽ വെച്ച് പഠിപ്പിച്ചു, ഞാൻ ഭൂമിയിൽ തീയിടാൻ വന്നിരിക്കുന്നു, അതിപ്പോളേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു, എങ്കിലും എനിക്കൊരു സ്നാനമേൽക്കാനുണ്ട്. അതേതാ? കാൽവരി മരണമാണ്. നിന്റെയും എൻ്റെയും പാപം ചുമന്ന് കാൽവരി ക്രൂശിൽ യേശുക്രിസ്തു 3 ആണികളിൽ തറയ്ക്കപ്പെട്ടു. അവിടെ വെച്ച് സകലതും നിവർത്തിയായി എന്ന് പറഞ്ഞ് അവൻ ക്രൂശിൽ വെച്ച് മരിച്ചു. യേശുക്രിസ്തു മരിച്ചു എന്ന് യേശുവിനെ ക്രൂശിച്ചവർക്ക് ഉറപ്പ് വന്നപ്പം അവർക്ക് ഭയങ്കര സന്തോഷമായി. അവരെല്ലാം തുള്ളിച്ചാടി യേശു എന്ന 2 അക്ഷരം അവസാനിച്ചല്ലോ എന്ന് ആനന്ദിച്ചു കൊണ്ടിരിക്കുമ്പോൾ 3 ദിവസം കഴിഞ്ഞപ്പോൾ കല്ലറകളെ ഭേദിച്ച് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഈ അധ്യായത്തിൽ 3 കാര്യം ശ്രദ്ധേയമായിട്ടുണ്ട്. ഒന്നാമത് ഇവിടെ എഴുതിയിട്ടുണ്ട്, അവൻ അവരുടെ കണ്ണ് തുറന്നു എന്നാണ് ഒന്നാമത്തെ പദം എഴുതിയിരിക്കുന്നത്. ആദ്യത്തെ വാക്യങ്ങളിലുണ്ട് ദൈവം കല്ലറ തുറന്നു എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ കണ്ണ് തുറന്നെന്ന് എഴുതിയിട്ടുണ്ട്. മറ്റുള്ളിടത്ത് ബുദ്ധി തുറന്നെന്ന് എഴുതിയിട്ടുണ്ട്. സ്തോത്രം. ഈ അധ്യായത്തിൻ്റെ ഏറ്റവും പ്രധാനമായ പ്രമേയം തുറന്നു എന്നൊരു പദമാണ്. സ്തോത്രം. എന്തു തുറന്നു? മനുഷ്യൻ അടച്ചതെല്ലാം ദൈവം തുറന്നിട്ടു. ഞാൻ അവിടേക്കാണ് നിങ്ങളുടെ സന്ദേശത്തെ കൊണ്ടുപോകാൻ, ഈ വചനത്തെ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇത് ഒരു പ്രസംഗമായിട്ടല്ല എടുക്കേണ്ടത്, നിങ്ങളോടുള്ള വലിയ സന്ദേശമായിട്ട് ഇതെടുക്കണം. അപ്പോൾ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഈ വാർത്ത നാട്ടിലെങ്ങും പരന്നു. ശിഷ്യവൃന്ദങ്ങൾക്ക് പോലും അത് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം കർത്താവ് പഠിപ്പിച്ചിട്ടും കർത്താവ് അത്ഭുതം കാണിച്ചിട്ടും കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് അവർക്ക് പോലും വിശ്വസിക്കാൻ പറ്റിയില്ല. ശിഷ്യന്മാരിൽ 2 പേർ, സ്തോത്രം, എമ്മൂസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുകയാണ്. ഇവർ രണ്ടും ഈ വിഷയം തർക്കിച്ചും വാദിച്ചും പോയിക്കൊണ്ടിരിക്കുമ്പോൾ യേശു താൻ ചെന്ന് അവരോട് ചേർന്ന് നടന്നു. സ്തോത്രം. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചേ. ഞാനിവിടെ നിൽക്കുന്നു, അതിൻ്റെ തൊട്ടിപ്പുറത്ത് വേറൊരാൾ നിൽക്കുന്നു. അവരുടെ 2 പേരുടെയും നടുവിൽ ചേർന്ന് ഒരാൾ വരുന്നത് പോലെ തർക്കിച്ചും വാദിച്ചും നിൽക്കുന്നവരോട് ചേർന്ന് കർത്താവ് നടക്കുക. ഈ ബൈബിളിലെ ചില ഭാഗങ്ങൾ പഠിക്കുമ്പോൾ കർത്താവ് ചേർന്ന് നടന്ന ധാരാളം സംഭവങ്ങളുണ്ട്. സ്തോത്രം. നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ലെന്നേ ഉള്ളൂ. ചില കാര്യത്തിൽ ദൈവം നിന്നോട് ചേർന്ന് നടക്കുന്നുണ്ട്. സ്തോത്രം. അടുത്തിരിക്കുന്നതൊക്കെ ഒന്ന് കൈ കൊടുത്തിട്ട് പറ, ദൈവം നിന്നോട് ചേർന്ന് നടക്കുന്നുണ്ട്. സ്തോത്രം.
ഇവിടെ വായിക്കുന്നത് ഈ ശിഷ്യന്മാർക്ക് അത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. കാരണം അവരുടെ കണ്ണ് കർത്താവ് നിരോധിച്ചിരുന്നു. സ്തോത്രം. നമ്മൾ വേദപുസ്തക വെളിപ്പാടുകൾ, വചനത്തിൻ്റെ ആഴങ്ങൾ പഠിക്കുമ്പം ഹല്ലേലൂയ, നമ്മുടെ ജീവിത അനുഭവത്തിലും ദൈവം ചേർന്ന് നടന്നിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടില്ലേ? പിന്നീട് നിങ്ങൾ ആശ്ചര്യത്തോടെ പറയും, അയ്യോ, അന്ന് എന്നോട് ചേർന്ന് കർത്താവ്. നിനക്ക് ലഭിച്ചിരിക്കുന്ന ചെറിയ ചെറിയ അനുഭവങ്ങൾ തള്ളിക്കളയരുത്. ആ അനുഭവങ്ങൾ മരിക്കുന്നിടം വരെ നിന്റെ മനോമുകുരത്തിട്ട് അമ്മാനമാടണം. സ്തോത്രം. ഇപ്പോൾ നീ സഹിക്കുന്ന പ്രതിസന്ധിയെ കാര്യമായിട്ട് എടുക്കരുത്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. യേശു അവരോട് ചേർന്ന് നടന്നപ്പോൾ ആ രണ്ടുപേരും തികഞ്ഞ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ തുടങ്ങി. ഞാൻ മെസ്സേജിലോട്ട് കയറുന്നതിന് മുമ്പ് ഒരു സന്ദേശം പറയാം. യോഗത്തിന് വരുമ്പം കൈയടിക്കുന്നത് മാത്രമല്ല ആത്മീകം. 24 മണിക്കൂറും ദൈവസാന്നിധ്യം മെയിൻറ്റെയിൻ ചെയ്യുന്നവനാണ് യഥാർത്ഥ ആത്മീകൻ. സ്തോത്രം. ശ്രദ്ധിച്ചു കേൾക്കണം. ഹല്ലേലൂയ. എനിക്കെന്തോ ഞാൻ പല ആവർത്തി ഈ ചർച്ചിനകത്ത് കണ്ടിട്ടുണ്ട്. വചന ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവസാന്നിധ്യം ഈ മീറ്റിംഗ് സ്ഥലത്തെ മൂടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവസാന്നിധ്യം മൂടപ്പെട്ടാൽ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? യേശു അവരോട് സംസാരിച്ചപ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, അവരുടെ ഉള്ളം തിരുവചനത്തിൻ്റെ മുമ്പിൽ കത്തിക്കൊണ്ടിരിക്കുക. ദൈവസാന്നിധ്യം ഒരാളിൽ വന്നുവെന്ന് പറഞ്ഞാൽ അവൻ വിറച്ചെന്നല്ല, സ്ലേയിങ്ങായി താഴെ വീണെന്നല്ല. അതൊക്കെ ചിലപ്പോൾ സംഭവിച്ചേക്കാം. പക്ഷേ അതിനേക്കാൾ വലിയതൊന്നാണ് അവൻ്റെ അകത്ത് അണയ്ക്കാനൊക്കാത്തൊരു തീ അവൻ്റെ അകത്ത് വീണാളിക്കത്താൻ തുടങ്ങും. ഞാൻ ഇന്ന് പകലൊരു ദൂത് പറയാം. നിന്റെ നിരാശ മേഖലകളെ ഇന്ന് പൊട്ടിക്കണം. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുക. നിന്റെ ചിന്താമണ്ഡലം നിന്നെ അസ്വസ്ഥനാക്കുന്നു. സാഹചര്യം നിന്നെ അസ്വസ്ഥനാക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. കുത്തുവാക്ക് മാത്രം പറയാൻ പഠിച്ചവളാ പെനീന. വാ തുറന്ന കുത്തുവാക്കേ പറയത്തുള്ളൂ. ഹന്ന ഒരിക്കൽ പോലും പ്രാർത്ഥിച്ചില്ല ഇവിടെ വായടക്കണമെന്ന്. ഹന്നയുടെ പ്രാർത്ഥനയുടെ ശൈലി വേറെയാ. അവിടെ പ്രാർത്ഥനാ ശൈലി കേട്ടോണം. കർത്താവേ, എൻ്റെ മേൽ നിന്റെ സാന്നിധ്യം പകരണമേ. അല്പദിവസം കഴിഞ്ഞപ്പോൾ എന്താ അവരുടെ വാ ദൈവം അടച്ചിപ്പിച്ചത് എങ്ങനെയാണെന്നറിയാമോ? പ്രാർത്ഥിച്ചവർക്ക് മറുപടി കൊടുത്തുകൊണ്ടാ. സ്തോത്രം. ഞാൻ ഇനി ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലരോടൊക്കെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, വിട്ടുമാറാത്ത ദൈവ സാന്നിധ്യം നിന്റെ അകത്തുനിന്ന് വെളിപ്പെട്ട് വരണം. വചനത്തിൻ്റെ കത്തൽ. നീ രോഗിയാണോ? തിരുവചനം നിന്റെ അകത്തു കത്തിയാൽ നിന്റെ രോഗങ്ങൾ തന്നെ സൗഖ്യമാകും. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എനിക്കിവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഫീൽ ആയിട്ടുണ്ടോ? ചില സമയത്ത് വചനം നമ്മൾ കേൾക്കുമ്പം നമ്മുടെ ഉള്ളിൽ ഭയങ്കര ആത്മീക തീ പുറപ്പെടും. നിങ്ങൾക്ക് അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ രോമകൂമങ്ങളൊക്കെ എഴുന്നേക്കുന്ന പോലെ തോന്നും. വീട്ടിൽ ചെന്ന് വീട്ടിൽ നല്ല ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും കേട്ട വചനം അകത്ത് കിടക്കുക. ഹല്ലേലൂയ. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ചില വചനമൊക്കെ പ്രസംഗിച്ചാൽ ഹല്ലേലൂയ. ഞാനിപ്പോഴും ഓർക്കുകയാണ്, ഒരിക്കൽ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ബെഡിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാനൊരു ദൈവശബ്ദം കേട്ട. ആ ശബ്ദം ഇങ്ങനെയായിരുന്നു, ഞാൻ വിട്ടുപിരിയാതെ നന്മ ചെയ്തുകൊണ്ടിരിക്കും. ആ കാലഘട്ടങ്ങളിൽ മുഴുവൻ ഹല്ലേലൂയ ഊണിലും ഉറക്കത്തിലും എൻ്റെ ഉള്ളിൽ വചനം ഇങ്ങനെ പൊങ്ങിക്കൊണ്ടുവരിക. എനിക്ക് വേറൊരു പാട്ട് വരുന്നില്ല, വേറൊരു ചിന്ത വരുന്നില്ല, ആരോടും അധികം സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം എൻ്റെ ഉള്ളിൽ ഈ വാക്യം ഇങ്ങനെ പൊന്തിക്കൊണ്ടിരിക്കുക, വിട്ടുപിരിയാതെ. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നിൻ്റെ ഉള്ളിൽ തിരുവെഴുത്ത് കത്താൻ തുടങ്ങിയാൽ നിന്റെ ചിന്താമണ്ഡലം മാറും. സ്തോത്രം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഇവിടെ പ്രസംഗിക്കുവാൻ വന്നൊരു പാസ്റ്റർ, ഇവിടെയാണോ കോട്ടയത്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല, PS ജോർജ് പാസ്റ്റർ പ്രസംഗിക്കാൻ വന്നപ്പം ഒരു വചനം പറഞ്ഞു. വചനം ഇങ്ങനായിരുന്നു, തിരുവായി കൊണ്ട് അരുളി ചെയ്യുകയും ഇന്ന് കാണുന്നത് പോലെ തൃക്ക
വലക്കൈ കൊണ്ട് നിവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, ഈ 6-7 മാസം എന്നും എൻ്റെ ഉള്ളിൽ ഉറങ്ങാൻ കിടന്നാൽ ഈ വാക്യം, എഴുന്നേറ്റാൽ ഈ വാക്യം, നടക്കാൻ പോയാൽ ഈ വാക്യം, വണ്ടി ഓടിച്ചാൽ ഈ വാക്യം, കൂടെ കൂടെ ഞാനും പറഞ്ഞു, എൻ്റെ ഓർമ്മ ശരിയാന്നേ, ഒരു 5 ലക്ഷം പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ വാക്യം. ഞാനൊരു ദൂത് പറയാം, എന്നാ കാര്യം, മറ്റൊന്നും വായിക്കാൻ ഇൻട്രസ്റ്റ് വരുന്നില്ല, ഇതേ വാക്യം തന്നെ. കാരണം എന്താ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഈ പുതിയ നിയമത്തിലെ ഉപദേശം വരുമ്പം ശുദ്ധീകരണം ഹൃദയത്തിലാണ് നടക്കേണ്ടി. എന്തുവാ ശുദ്ധീകരണം? എവിടെ നടക്കണം? എല്ലാവരും ശാരീരിക ശുദ്ധീകരണം പ്രസംഗിക്കുമ്പം കൃപായുഗം പഠിപ്പിക്കുന്നത് ശുദ്ധീകരണം അകത്തൂന്ന് നടക്കണം. എന്തുവാ ശുദ്ധീകരണം? എവിടെ നടക്കണം? എവിടെ നടക്കണം? ഹൃദയത്തിൽ നടക്കണം. തിരുവെടുത്ത് തെളിയിച്ചപ്പോൾ എവിടെ ഉണ്ടായി? ഹൃദയം കത്തിയെന്നാ ബൈബിൾ. ഞാൻ ഇച്ചിരി വചന വെളിപ്പാടിലോട്ട് വരാൻ പോവാ. സ്തോത്രം. ഈ എബ്രായ ലേഖനത്തിൽ ദൈവവചനത്തിൻ്റെ ഒരു വലിയ പ്രാധാന്യത ലേഖനകർത്താവ് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം ജീവനും, അതൊന്ന് എടുക്കാമോ? എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ ദൈവത്തിന്റെ വചനം 16-ാം വാക്യമല്ലേ? 12. 12-ാം വാക്യം. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി തിരുവെഴുത്തിനെ തെളിയിച്ചപ്പോൾ എൻ്റെ ഉള്ളം എന്ത് ചെയ്തിരുന്നു? കത്തിക്കൊണ്ടിരുന്നു. അത് വചനത്തിൻ്റെ ഒരു പ്രത്യേകതയാ പറയുന്നു. സ്തോത്രം. രണ്ടാമത്തെ പ്രത്യേകതയാണ് ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി അകത്ത് ജീവൻ തരുന്നു. എവിടാ? നമ്മുടെ ഉള്ളിൽ എന്തോ തരുന്നു? ജീവൻ തരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ ജീവൻ കെടുത്തുന്ന സ്ഥലത്തും അകത്ത് ജീവൻ തരുന്നതാ വചനം. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ കണ്ടിട്ടില്ലയോ? നിന്നെ തല്ലിക്കൊല്ലുന്ന വാക്കുകൾ മുമ്പിൽ വന്നാലും അത് തളരാത്ത തന്നെ അകത്ത് പകരുന്ന ജീവനാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഉണങ്ങിക്കിടക്കുന്ന അസ്ഥിയുടെ നടുവിലോട്ട് ഒരു പ്രവാചകനെ ഇറക്കി നിർത്തി വെച്ച് പറഞ്ഞു, ഈ അസ്ഥിയോട് വചനം പറയടാ. വചനം. ആ അസ്ഥി എന്തുവാ? ഇസ്രായേൽ മക്കളുടെ നിരാശയാകാൻ, പ്രത്യാശയില്ലാത്ത അവസ്ഥ. നിങ്ങൾക്കറിയാം, പ്രത്യാശയില്ലാത്തവൻ്റെ മുഖത്ത് നോക്കിയാൽ രക്തമയം തോന്നത്തില്ല. പ്രത്യാശയില്ലാത്തവൻ്റെ മുഖത്ത് ഞാൻ എങ്ങനെയാ പറയുന്നേ? കരിമ്പ് കണ്ടിട്ടുണ്ടോ? കരിമ്പ് കണ്ടിട്ടില്ലയോ? കരിമ്പിൻ ജ്യൂസ് കുടിച്ചിട്ടുണ്ടോ? പറ. ഉണ്ട്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഒരു 4-5 കരിമ്പ് അങ്ങോട്ട് എടുത്ത് ഒരു മിഷനകത്തോട്ട് കയറ്റിവിടും. ആ മിഷൻ ഇങ്ങനെ കറങ്ങി കറങ്ങി അവൻ തിരിച്ചത് ഒടിച്ച് അങ്ങോട്ട് കയറ്റി, തിരിച്ച് മടക്കി ഒടിച്ച് കയറ്റിയച്ച് ഈ ഇതിൻ്റെ ചണ്ടിയെല്ലാം കൂടെ അങ്ങോട്ട് മാറ്റിയിടും. ഇതുപോലെ ചിലരെ പിശാച് ഊറ്റി കുടിച്ചു മാറ്റിയിട്ടേക്കുക. അവനെ യോഗത്തിൻ്റെ എത്തി വെച്ച് പറഞ്ഞോളുക, പാഷ പ്രസംഗിച്ചോ, ഞാൻ എന്നാ പറയാനാ, നിങ്ങൾ എന്നെ നോക്ക്. സ്തോത്രം. മനസ്സിലായോ? ഏതു നിരാശ മേഖലകളെയും, നിരാശ എന്ന് പറഞ്ഞാൽ എന്തുവാ? പ്രത്യാശയില്ലാത്ത അവസ്ഥയാണ് നിരാശ. നിരാശ ഉള്ളവൻ്റെ മുഖത്ത് രക്തമേ ഇല്ല. ലാഭിപ്പോയ ബ്ലഡ് കാണും ശരീരത്ത്, അത് വേറെ കാര്യം. പക്ഷെ മുഖത്ത് ഓജസ്സുമില്ല, തേജസ്സുമില്ല. അതാ പ്രത്യാശയില്ലാത്ത അവസ്ഥ. എന്നാൽ ഒന്നുമില്ലേലും ഭയങ്കര പ്രത്യാശയുള്ളവരെ നിങ്ങൾ നോക്കി, അവരുടെ മുഖത്ത് എന്തൊരു ശോഭയാ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ ഞാൻ വചന വെളിപ്പാടിലോട്ട് വരാം. നീ എത്ര രോഗിയാണെങ്കിലും, ഞാൻ ഇപ്പോഴും ഓർക്കാം, ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്, ഈ സ്റ്റേജിൽ ഞാൻ നിൽക്കുമ്പോൾ ഒരു പെങ്കൊച്ചിവിടെ പ്രാർത്ഥിക്കാൻ പോകുന്നു. ഈ കുമ്പനാടിനടുത്ത് നെല്ലിമലയുള്ളൊരു പെങ്കൊച്ചാണ്. നല്ല വസ്ത്രധാരണയിൽ മുടിയൊക്കെ ഇങ്ങനെ ഇട്ട്, ഈ മുടിക്കിടയ്ക്കൂടെ ഒരു 3 മുടിക്ക് 3 കളർ കൊടുത്തേക്കുക. ഈ 2 മുടിക്ക്, ഈ 2ഒന്നും എനിക്കറിയത്തില്ല, ഒരു ചെറിയ കനത്തിൽ മുടിക്ക് ഇങ്ങനെ നമുക്ക് നോക്കാം 3 കളർ. യോഗം കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ എൻ്റെ അടുക്ക് വന്ന പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, എന്നാ? ഇച്ചിരി അസുഖമൊക്കെ ഉണ്ട്, കർത്താവ് ഒന്ന് സൗഖ്യമാക്കാൻ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഭയങ്കര ചിരിച്ചോണ്ടാ. ഞാൻ ചോദിച്ചു, എന്തോ പറ്റി അസുഖം? അത് ക്യാൻസർ വന്നിട്ട് ഒരു ബ്രസ്റ്റ് മാറ്റിയായിരുന്നു, അടുത്ത ബ്രസ്റ്റിൽ ഇപ്പോൾ ക്യാൻസർ ഉണ്ട്. ക്യാൻസറിന് മരുന്ന് കഴിച്ച് കിഡ്നി പോയായിരുന്നു, പിന്നെ വേറൊരാടെ കിഡ്നിയാണ് വെച്ചേക്കുന്നത്. ലിവറിനൊരു പ്രശ്നം ഉണ്ടായിട്ട് കുറച്ച് ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ട്
അത് വേറൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്തേക്കുവാ. പിന്നെ വെരിക്കോസ് വെയിനുണ്ട്. ഹാർട്ടിന് നെഞ്ചിടിപ്പ് കൂടുതലായോണ്ട് ഒരു മിഷൻ വെച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, ഒത്തിരി ഓപ്പറേഷൻ ശരീരത്തിൽ പലയിടത്തും നടന്നോണ്ട് എന്നെ ആൾക്കാർ ശ്രദ്ധിക്കാതിരിക്കാൻ 3 കളറ് മുടിക്ക് കൊടുത്തേക്കോ, എല്ലാവരും ഈ കളറെ നോക്കി അങ്ങ് പൊക്കോളൂ. ഇവിടെ വന്നോണ്ട് എന്നാടാ കൊച്ചു പറഞ്ഞ കാര്യം, പാസ്റ്റ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച് ഞാൻ പോകുമ്പോൾ അവൾ പറയുക, ഞാൻ ചോദിച്ചു പേടിക്കണ്ട. അപ്പോൾ അവൾ പറയാം, കർത്താവ് നടത്തിക്കോളൂ. ഞാൻ ചുമ്മാ ചോദിക്കുക, ഒരു കാലുവേന വന്നു കഴിഞ്ഞാൽ നീ ഇങ്ങനെ വിഷമിച്ചു തലയും അയ്യോ, ഞാൻ 1000 വേദിയിൽ കൊച്ചിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ചിലരെ നിങ്ങൾ കണ്ടേ, ഇതിൻ്റെ എല്ലാം പിമ്പിൽ എന്തുവാ? ആ വ്യക്തിയുടെ അകത്ത് കത്തുന്ന ദൈവവചന. ഒരാമയും വരുന്നില്ല. നിന്റെ ചിന്ത റൂട്ട് വിട്ട് പോകുന്നെങ്കിൽ ചിന്തയുടെ ഉറവിടത്തിൽ നിന്ന് വചനം കത്തണം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച്, നമ്മളൊക്കെ പണ്ട് ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഓടി വീണ്ടില്ലയോ? ഞാനൊക്കെ വീണിട്ടുണ്ടേ. വീണിട്ട് ഇങ്ങനെ കാല് ചുവയൊന്നും മരുന്നൊന്നും വെക്കത്തില്ലല്ലോ. ഈ നമ്മൾ ആശുപത്രിയിൽ പോയി ഉടനെ എല്ലാം ക്ലീനൊന്നുമല്ല. വീട്ടിൽ വരുമ്പോൾ അമ്മയാണ് എല്ലാം കൂടെ ചെയ്യുന്നത്. കുറച്ച് വെള്ളവും കോരി ഒഴിച്ച് എന്തെങ്കിലുമൊക്കെ ഇട്ട് ക്ലീൻ ചെയ്ത് മടക്കി കുറച്ച് ബെൻസോയിനും വെച്ച് കെട്ടും. 2 ദിവസം കഴിയുമ്പോൾ ഇതൊന്നും ഇങ്ങനെ ഊതി വീർത്തിട്ട് പഴുക്കും. ഇപ്പോഴൊക്കെ പഴുത്താ പേടി, അന്ന് പഴുത്താൽ ഒരു കുഴപ്പമില്ല. പഴുക്കുമ്പം രാത്രി ഭയങ്കര വിങ്ങലായിരുന്നു. അപ്പോൾ അമ്മമാർ രാവിലെ നമ്മളെ കൊണ്ട് ആ നനകല്ല ഇരുത്തും. നനയ്ക്കുന്ന കല്ലുണ്ട് വീടുകളിൽ. ഇന്ന് വാഷിംഗ് മെഷീൻ, അന്ന് കല്ല. ഈ നനകല്ലും അരകല്ലും ഒക്കെ എവിടെ മാറ്റിയോ അവർക്ക് മൊത്തം അസുഖമാണ്. നനയ്ക്കുന്ന സിസ്റ്റവും നനകല്ലും അരകല്ലും 3 പാസ്റ്റർമാർ കൂടിയപ്പം ഒരു പാസ്റ്റർ പറഞ്ഞു, ഞാനൊരു വാഷിംഗ് മെഷീൻ ഇയാളെ വാങ്ങിച്ചു. എൻ്റെ ബ്രദറെ അങ്ങോട്ട് തുണിയിട്ട അലക്കി വെളുപ്പിച്ച് പുറത്ത് എടുത്ത് ഒലച്ച് പിഴിഞ്ഞാൽ മാത്രം മതി. മറ്റേ ഞാനൊരെണ്ണം വാങ്ങിച്ചു. അത് അതിനേക്കാൾ സൂപ്പറാണ്. അങ്ങോട്ട് ഇട്ടാൽ നനച്ച് പകുതി ഉണക്കിത്തരും. 3ാമത്തെ പുള്ളി പറഞ്ഞു, ഞാനും ഒരെണ്ണം വാങ്ങിച്ചു. മുഷിഞ്ഞ ഡ്രസ്സ് ഹാങ്ങർ ഇട്ടാൽ എടുത്തോണ്ട് പോയി നനച്ച് ഉണക്കി തേച്ച് തരും. അപ്പോൾ 2 പേരും, അയ്യോ അതാരാ? അത് വൈഫാ. ഇപ്പം നിങ്ങൾക്ക് തമാശ ഒന്നുമില്ല, ആ പുള്ളിക്കാരത്തേക്ക് അസുഖമില്ല. അരകല്ലെന്ന് മാറ്റിയോ നനകല്ലെന്ന് മാറ്റിയോ കപ്പിയും കയറും എന്ന് മാറ്റിയോ മിറ്റം തൂക്കുന്ന പണി എന്ന് നിർത്തിയോ നിന്റെ പേര് ഹോസ്പിറ്റൽ രജിസ്റ്ററായി. മിണ്ടുന്നില്ല. സൗദിയിലെ രാജാവ് ഏതു രാജ്യത്ത് പോയാലും സൗദിയിലെ രാജാവ് ഒറ്റയ്ക്ക് പോകത്തില്ല. 1000 പേരടങ്ങുന്ന ഒരു യൂണിറ്റാണ് ഒരു രാജ്യത്തേക്ക് പോകുന്നത്. സൗദിയിലെ രാജാവിന് ഫ്ലൈറ്റിനകം ഞാൻ ഇന്നലെ കണ്ടു, മുഴുവൻ സ്വർണങ്ങളാൽ, എന്തിനാ? ടിഷ്യൂ പേപ്പർ വെക്കുന്ന ആ ടിഷ്യൂ ബോക്സ് വരെ ഗോൾഡാണ്. എല്ലാം ഗോൾഡാണ്. കഴിക്കുന്നത് ഗോൾഡ് പാത്രത്തിൽ, ചായ കുടിക്കുന്നത് ചായ കുടിക്കുമെന്ന് എനിക്കറിയത്തില്ല, കുടിക്കുന്നത് ഗോൾഡ്, മുഴുവൻ ഗോൾഡിനകത്ത്. പുള്ളിക്കാരന് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങേണ്ട എസ്കലേറ്റർ ഗോൾഡാണ്. അത് നേരത്തെ ഫ്ലൈറ്റേ പോവും. എസ്കലേറ്ററിലോട്ട് കയറിയിരുന്നാൽ നിന്നാൽ താഴെ വരെ അതുകൊണ്ട് നടക്കണ്ട. നമ്മളൊക്കെ വീടുകളിൽ ഇപ്പം ബെഡ്റൂമിൽ നിന്ന് കിച്ചണിലോട്ട് പോകുമ്പോഴും വയ്യ ഒരു വണ്ടി കൊടുത്താൽ കൊള്ളാമെന്നുള്ള താല്പര്യത്തിലാണ്. നിങ്ങൾ പിണങ്ങുമെന്ന് വെച്ചാൽ ഞാൻ വലിയ കാര്യത്തിൽ പറയുക. അപ്പൊ ഇവിടെ വന്ന കുഴപ്പം എവിടാന്നറിയാവോ? എന്ന് ഈ സിസ്റ്റമൊക്കെ നിർത്തിയോ അന്ന് തൊട്ടാ നമുക്ക് എന്താ തുടങ്ങിയേ? രോഗങ്ങൾ തുടങ്ങിയത്. ഇനി ഞാൻ ഈ വചന വെളിപ്പാടിലോട്ട് വരാം.
തിരുവചനം ഒരാളുടെ ഉള്ളിൽ കത്തിയാൽ ഏത് രോഗവും അവൻ്റെ മുമ്പിൽ സൗഖ്യമാവും. ഒരാമയും പറഞ്ഞു തുടങ്ങിയാട്ട്. ഇന്ന് എനിക്കറിയത്തില്ല, ഇന്ന് തിരുവചനം നിന്റെ ഉള്ളിൽ ജീവൻ പകരുന്നതാണ്. നിരാശകളെ പൊട്ടിക്കുന്നതാണ് വചനം. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എനിക്കെന്തോ ദൈവാത്മാവ് ഒരു ബോധ്യം തരിക. എസെക്കിയേലിനോട് പറയാ, അസ്ഥിയുടെ താഴ്വരയിൽ ഇറങ്ങി നിന്നോണ്ട് എന്ത് പറയണം? വചനം പറയണം. വചനം പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? അസ്ഥിയോട് വന്ന് യോജിച്ചു എന്ന് പറഞ്ഞാൽ എന്തുവാ? നിരാശ മേഖലകൾ പൊട്ടി. അവരുടെ അകത്ത് പ്രത്യാശ. വചനത്തിൻ്റെ പ്രത്യേകത, വചനം പറയുമ്പോൾ ഒരിക്കലും ഇല്ലാത്ത പ്രത്യാശ ഒരുവൻ്റെ അകത്തുണ്ടാവും. നിരാശ മേഖല പൊട്ടും. ഇവിടെ അവ ദൈവത്തിൻ്റെ വചനം എന്ത് തരുന്നു? ജീവൻ തരുന്നു. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി. രണ്ട്, വചനം എന്ത് ചെയ്യുക? ചൈതന്യത്തിന്. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ഈ വചനം കേൾക്കുന്നതിലുള്ള ചൈതന്യമേ നമുക്കുള്ളൂ. 100 നെഗറ്റീവ് എനർജിയുടെ നടുവിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ചില വീട്ടിലൊക്കെ ജീവിക്കുന്നത് പ്രാന്താലയത്തിൽ ജീവിക്കുന്ന പോലെ. അതുകൊണ്ടാണ് പറഞ്ഞത്, ആ വീട്ടിൽ ദൈവസാന്നിധ്യം മെയിൻറ്റെയിൻ ചെയ്യണം. മറ്റൊരു നെഗറ്റീവ് എനർജി മൈൻഡിൽ കേൾക്കരുത്. നിന്റെ ഉള്ളിൽ ദൈവസാന്നിധ്യം. ഞാൻ ഇന്നും നിന്നോട് പറയാം, നിന്നോട് ചേർന്ന് നടക്കാൻ കർത്താവ് ആഗ്രഹിക്കുക. നിന്നോട് ചേർന്ന് നടക്കാൻ ദൈവം ആഗ്രഹിക്കുക. ഇതുവരെ നിനക്കില്ലാത്ത ചില പരിശുദ്ധാത്മാവ് തരുന്ന ചില അനുഭവങ്ങൾ നിന്റെ ലൈഫിനെ മാറ്റിമറിക്കാൻ പോകുകയാ. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യ്. നീ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ആ സ്ഥലം നിന്നാൽ വിടുവിക്കപ്പെടും. നീ ഒരു പട്ടണത്തിൽ, അപ്പം ഞാൻ പറഞ്ഞു വന്ന ഭാഗത്തോട്ടൊന്ന് തിരിച്ചു വന്നിട്ട് ഇവിടെ വരാം. അപ്പം ഇങ്ങനെ നമ്മൾ വീണൊക്കെ ചെന്നാൽ ഇങ്ങനെ കാല് മുറിഞ്ഞിട്ട് അവിടെ നിന്നാണ് തിരിഞ്ഞു പോയത്. ഇങ്ങനെ പഴുപ്പ് മുകളിലോട്ട് ഇങ്ങനെ. അപ്പം അമ്മ കൊണ്ട് നമ്മളെ നനകല്ല ഇരുത്തിയിട്ട് പറയും, മോനെ ഇന്നലെ രാത്രി ഉറങ്ങാൻ പറ്റാൻ ഞാനൊരു കാര്യമുണ്ട്, മണ്ടയ്ക്ക് കുറച്ച് മരുന്നൂടെ വെച്ച് കെട്ടി എന്നാൽ അമ്മ പറയത്തില്ല. അമ്മ പറയും, അമ്മയുടെ തോളിലോട്ട് പിടിച്ചോളാൻ പറയും. എന്നിട്ട് അമ്മയുടെ തോളിലോട്ട് പിടിച്ചിട്ട് നമ്മുടെ ആ പഴുത്തിരിക്കുന്ന ഭാഗത്ത് അമ്മയുടെ 2 വിരൽ ചേർത്ത് ഒരൊറ്റ ഞെക്കുമ്പോൾ ഒരു പുള്ളി ഇതിനകത്തൊന്ന് ചാടിപ്പോന്നേ കാണാം. അവിടെ വരെ കണ്ടിട്ടുണ്ടോ? അമ്മേന്ന് വിളിച്ച് അമ്മയ്ക്ക് കെട്ടിപ്പിടിച്ച പുറത്ത് 2 ഇടിയും കിടിക്കും. എന്തിനാ? ഈ വേദന പോകാനാ. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. നിന്നെ ചൊവ്വേ ഞെക്കിയാലേ നിന്റെ അകത്തെ വിങ്ങല് പോവും. പരുവത്തിന് ഞെക്കിയാൽ ഈ ആഴ്ച കുറെ, അടുത്ത ആഴ്ച പിന്നെ ഇത് വരും. ഇത് നിന്ന് തുറന്നു പറയുക, തിരുവചനം കൊണ്ട് നിന്നെ ചൊവ്വ ഒന്ന് ഞെക്കാൻ പോവുക. എന്താ? നിനക്കൊരു രോഗശാന്തി ഇന്ന് ആവശ്യമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. എലിശ പ്രവാചകന്റെ കാലത്ത് ഒരു പട്ടണത്തിൻ്റെ ഇരിപ്പ് മനോഹരം. വെള്ളം പഥ്യമല്ല, വെള്ളം ചീത്തയും ഗർഭനാശവുമാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. പ്രവാചകൻ എന്താ ചെയ്തേ? ഇന്നൊരു 50 ചാക്ക് ഉപ്പ് വരുത്തിയിട്ട് എല്ലാ കിണറുള്ളവരുടെ വീട്ടിലും ഓരോ കിലോ ഉപ്പ് കൊടുത്തു വിടണം. 8:35 ഒരു വിസിൽ കേൾക്കുമ്പോൾ എല്ലാവരും ഉപ്പ് വെള്ളത്തിലിടണമെന്ന് പറഞ്ഞില്ല. വെള്ളത്തിൻ്റെ ഉറവ എവിടെയാണോ അവിടെ ഉപ്പിട്ടു. പഞ്ചായത്തിലെ കിണറ്റിലല്ല ഉപ്പിടാൻ പോയില്ല. ഈ വെള്ളം വരുന്ന ഉറവ എവിടാണോ, ട്രീറ്റ്മെന്റ് വേണ്ടത് നിന്റെ ഹൃദയത്തിനാണ്. അല്ലാതെ നിന്റെ വീട്ടിലെ പ്രശ്നത്തിനല്ല. ഹൃദയത്തിന് ട്രീറ്റ്മെന്റ് നടന്നാൽ നിന്റെ വീട്ടിൽ വലിയ ഹീലിംഗ് നടക്കും. നിന്റെ വീട്ടിൽ വലിയ ഡെലിവറൻസ് നടക്കും. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്ന് ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം. പുറത്തു വരുന്ന രോഗത്തെ പേടിക്കണ്ട, പുറത്തു വരുന്ന കടത്തെ പേടിക്കണ്ട, പുറത്തു വരുന്ന പൈശാചികത്വത്തെ പേടിക്കണ്ട. മറിച്ച് നീ വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിന്റെ അകത്ത് ഒരു വചനത്തിൻ്റെ തീ കെടാതെ സൂക്ഷിച്ചോണം. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. അപ്പം നമുക്ക് ഇച്ചിരിയുടെ ലളിതമായ ഭാഷയിൽ ഈ ദൂതിനെ വിവരിക്കാം. അപ്പം എല്ലാം പുറപ്പെടുന്നത് എവിടുന്നാ? ഈ ചെല്ല് പറയുക, ബ്രദറെ,
എപ്പോഴും ഞാൻ നല്ലത് പറയണമെന്നൊക്കെ വിചാരിക്കും. പക്ഷെ എനിക്കങ്ങ് ദേഷ്യം വരുമ്പോൾ ഞാൻ പറയരുതാത്തതെല്ലാം അങ്ങ് ചിലരൊക്കെ 2 മാസമൊക്കെ പിടിച്ചു നിന്നിട്ട് 2 മാസം കഴിയുമ്പോൾ ഈ 2 മാസം പറയാതിരുന്നത് മുഴുവനും കൂടി ഒന്നിച്ചൊരു ദിവസം അങ്ങ് പറഞ്ഞങ്ങ് തീർക്കും. ഉണ്ടെന്നില്ല. അത് പണ്ട് കാപ്പിക്കകത്ത് മധുരം ഇട്ടത് ഒത്തില്ലെന്നും, കാപ്പി എടുത്ത് വെച്ചത് ഒത്തില്ലെന്നും, ചായ എടുത്ത് വെച്ചത് ഒത്തില്ലെന്നും, ഉടുപ്പലയ്ക്കത് ഒത്തില്ലെന്നും, സ്തോത്രം ഫോൺ വിളിച്ചപ്പോൾ ഒത്തില്ലെന്നും, മോളോട് അങ്ങനെ പറഞ്ഞില്ലയോന്നും, മോളോട് മരുമോനോട് പറഞ്ഞെന്നും, മോളോട് ഇതെല്ലാം കൂടെ സംഭവം എല്ലാം കൂടെ ചൊരുക്കൂട്ടി ഒന്നിച്ചകത്ത് വെച്ചേച്ച് ഇതെല്ലാം കൂടെ ഒരു അവസരം വന്നപ്പോൾ കസറ ഇട്ട് ഇരുന്നങ്ങ് വായിച്ച് എന്നിട്ട് പറയാം, ഇന്നോടെ ഞാനിത് നിർത്തുക, ഇനിയും ഞാൻ പറയത്തില്ല. പിന്നെന്തിനാ പറയുന്നത്? 2 മാസം കഴിഞ്ഞ് മതിയല്ലോ. നിങ്ങളതിനെ ശ്രദ്ധിച്ച് കേൾക്കണം. ചികിത്സ എവിടെ ആവശ്യം? ഹൃദയത്തിനാണ്. ചൊവ്വ ഒരു ചികിത്സ നടന്നാൽ നിനക്ക് വിടുതല. അപ്പം നിങ്ങളിവിടെ ശ്രദ്ധിച്ചൊന്ന് കേൾക്കേണ്ട ആവശ്യം ഞാൻ വലിയ കാര്യത്തിലുള്ള. അപ്പം ദൈവവചനത്തിൻ്റെ പ്രത്യേകത പറയാം. നിങ്ങൾ ഈ വചനത്തിൻ്റെ തീ മാത്രമല്ല, ഈ വചനത്തിൻ്റെ പ്രത്യേകത കേട്ടോ. ദൈവവചനം ജീവൻ തരുന്നു. ദൈവവചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും. എന്നിട്ട് പറയാ, ഇതിന്റെ മൂർച്ച കേൾക്കണോ? ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും. ലോകം കണ്ടുപിടിച്ച വാളുകളിൽ ഏറ്റവും മൂർച്ചയുള്ള വാളാ വചനം. മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും. ഇതിന്റെ പ്രത്യേകത, ഇത് കേൾക്കുമ്പോൾ തുളച്ചങ്ങ് കയറും. ഈ വചനം കേൾക്കുമ്പോൾ 3 കാര്യം നടക്കുമെന്നാ വചനം. 1, വചനം നിന്നെ ചെത്തും, വചനം നിന്നെ കുത്തും, വചനം നിന്നെ കത്തിക്കും. കത്തിക്കുക മാത്രമല്ല, കുത്തും ചെത്തും. ഈ നിങ്ങൾ നിങ്ങൾക്ക് ഫീൽ ആയിട്ടുണ്ട്? നിങ്ങൾ ഈ നല്ല ഹൃദയത്തിൽ തുറന്ന് പറയണം. ചിലപ്പോഴൊക്കെ വചനം പറയുമ്പോഴേ, അയ്യോ എന്നോട് തന്നെ ആരോട് പറയാനായത് ഫീൽ ആയിട്ടുണ്ടോ? ഉണ്ടോ? അങ്ങനൊരു ഫീലിംഗ് ഇല്ല, ഓർത്തോണം. നിനക്ക് ഭയങ്കര കുഴപ്പമുണ്ട്. ഈ ചില വചനമൊക്കെ എടുത്തു കഴിയുമ്പോഴേ, ഈ പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ പ്രസംഗിക്കുന്ന ഞങ്ങൾക്ക് പോലും ചിലപ്പോൾ എനിക്കിട്ട് തന്നെയാണല്ലോ കർത്താവേ. ഉണ്ടായിട്ടുണ്ടോ? എനിക്കുണ്ടായിട്ടുണ്ട് എന്നും പറഞ്ഞ് ഞങ്ങളത് വിഴുങ്ങിയിട്ടില്ല. ഞങ്ങളൂടെ കൊണപ്പെടണമെന്നുള്ള രീതിയിൽ അത് പറഞ്ഞിട്ടുണ്ട്. സത്യം. വചനം ഒരാടെ, ഞങ്ങൾ വലിയ സാറുമാരും നിങ്ങൾ വലിയ കുട്ടികളുമല്ല. സാറും കുട്ടി സ്കൂളിലാ. ഇവിടെ അവസ്ഥ വേറെയാ. ഇത് നിത്യതയുടെ വെളിപ്പാടാ. ഇവിടെ ശുദ്ധീകരണം ആവശ്യമാ, ഇവിടെ അഭിഷേകം ആവശ്യമാ, കുത്ത് ആവശ്യമാ, ചെത്തൽ ആവശ്യമാ, കത്തിക്ക ആവശ്യമാ. തിരിച്ചറിഞ്ഞ ഒരു ആമീൻ പറഞ്ഞാട്ട്. അപ്പൊ ഹൃദയത്തിൽ ശുദ്ധീകരണം നടക്കണം. ഇവിടെ എഴുതിയിരിക്കുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. ഈ ചിലർ നന്നാകാത്തതിൻ്റെ ഏറ്റവും വലിയ രഹസ്യം, ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചു കേൾക്കണേ. ഞാൻ ഈ അസൂയയില്ലാത്ത മനുഷ്യരെ, അവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അസൂയയില്ലാത്തവരെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ വളരെ ചുരുക്കം ആൾക്കാർ 2-3 പേരെയൊക്കെ അസൂയയില്ലാത്തവരായിട്ട് കണ്ടിട്ടുള്ളൂ. അതിലൊരാൾക്കൊട്ടുമില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ കഴിഞ്ഞിടെ ഞാൻ സംസാരിച്ചപ്പോൾ പുള്ളിക്ക് മനസ്സിലായി, പുള്ളിക്ക് ഏറ്റവും കൂടുതൽ അസൂയ പുള്ളിക്കാണ്. അപ്പം പുള്ളി ഒരാളെ കുറിച്ച് എന്നോട് പറഞ്ഞു, ആ പുള്ളിയുടെ ഒരു ഗമ കണ്ടോ, പുള്ളി ആ ഒരു ഷൂവും ആ ഒരു പാൻറ്റും ഒരു ഷർട്ടും ഒക്കെ ആ പുള്ളി ഞാൻ മനസ്സിൽ പറഞ്ഞു, എടാ ദൈവമേ, ഇവനും ഷൂ ഇടുന്നു അവനും ഷൂ ഇടുന്നു, ഇവനും പാൻറ് ഇടുന്നു അവനും പാൻറ് ഇടുന്നു, ഇവനും വണ്ടിയെ വരുന്നു അവനും വണ്ടിയെ വരുന്നു. പക്ഷെ എന്ത്, ഞാൻ മനസ്സിൽ പറഞ്ഞു, നിന്റെ അനുഗ്രഹത്തിന്റെ തടസ്സം ഭൂതവും പ്രേതവും പിശാചുമല്ല, നീ തന്നെയാണ്. നിങ്ങളെന്നാ മിണ്ടാതിരിക്കുന്നേ? മനുഷ്യന്റെ ഹൃദയത്തിന്, അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞേ, പുറത്തുനിന്ന് അകത്തേക്ക് ചെല്ലുന്നതൊന്നും എന്നും പറഞ്ഞ് പോയി വിസ്കി കുടിക്കാൻ ഞാൻ പറഞ്ഞില്ല. എൻ്റെ ഭാഷ ഒരു സിഗരറ്റ് വലിച്ചാൽ എന്നെ കുഴപ്പം, എൻ്റെ പൊന്നു മോനെ അത് പാവമാണ്, നീ സ്വർഗത്തിൽ പോവുകയില്ല. പക്ഷെ അതിനെക്കാട്ടി വലിയ സാധന ഞാൻ ചുമ്മാ ചോദിക്കുക, എന്നോട് പണം കരുത്. ഭാഷമാരോട് ചോദിക്കുക, സിഗരറ്റ് വലിക്കുന്നവർക്കിടെ കത്തറോശ് കൊടുക്കോ? പറ. കള്ളു കുടിക്കുന്നതിന് കൊടുക്കോ?
പക്ഷേ നുണയന്മാർക്ക് കൊടുക്കുമല്ലോ. നിങ്ങളെന്നാ മിണ്ടാത്തെ? പിടി കിട്ടിയോ? ഹൃദയം ശരിയായാൽ എല്ലാം ശരിയാവും. മിണ്ടുന്നില്ല. എന്തോ ശരിയായാൽ? എന്നോട് ദൈവത്തിന് ചേർന്ന് നടക്കാൻ കൊതിയാ, നിന്റെ ഉള്ളിനെ കത്തിക്കാൻ കൊതിയാ. ഓ ജീസസ്, വേണ്ടത് നിന്റെ അകത്ത് ഒരു ശുദ്ധീകരണമാണ്. ശ്രദ്ധിച്ച്, എന്നെ നോക്കി. ഇപ്പം നിങ്ങൾ കുനിഞ്ഞിരിക്കരുത്, വലിയ കാര്യത്തിലോട്ട് വരിക. ഇപ്പം ഈ വചനം എന്ത് ചെയ്യുന്നറിയുമ്പോൾ തോളച്ചങ്ങ് കയറും, ഉറക്കമൊക്കെ നഷ്ടപ്പെടും. ഞാനത് പറയല്ലാരും. ചെല്ല് പറയും, ഞാൻ ഇനിയും പറയും, ഇനിയും ഞാൻ പറയും. എഴുതിയിട്ടു ആയുസ് രക്ഷപ്പെടത്തില്ല. ഇവിടെ എന്താ കുഴപ്പം? നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചു കാരണം. ഞാൻ പറയാം, സാമിനെ ദൈവം അങ്ങ് അനുഗ്രഹിക്കും കേട്ടോ. പക്ഷെ നാളെ സാം ഒരു ബെൻസ് കൊണ്ട് പാർക്ക് ചെയ്ത് വെച്ച് ഇങ്ങോട്ട് വന്നാൽ വേണ്ടുന്നില്ലല്ലോ. നമ്മുടെ ചർച്ചയിൽ ഈ 1 കോടി രൂപ 1.5 കോടി രൂപ വിലയുള്ള വണ്ടിയൊക്കെ ഉണ്ട്. നമ്മുടെ ഇവിടെയൊക്കെ പ്രാർത്ഥിക്കാനൊക്കെ കൊണ്ടുവരും. പാസ്റ്റർ, ഈ വണ്ടിക്കൊന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ ഇനി അടുത്ത് നടത്താൻ പോകുന്ന കല്യാണത്തിൽ ആ വണ്ടി ഒന്ന് പറഞ്ഞാൽ ഓടിച്ചുകൊണ്ടൊന്ന് പോകാനാ. നിങ്ങളെന്നാ മിണ്ടാത്തെ? ഇവിടെ എന്താ സംഭവിക്കുന്നത്? അബ്രഹാം എത്ര വലിയ സമ്പന്നനായിരുന്നു അല്ലേ? സമ്പത്തല്ല ഇവിടുത്തെ വിഷയം, സമ്പത്തിനുള്ള നിന്റെ മനോഭാവമാണ് വിഷയം. നിങ്ങൾ ശ്രദ്ധിക്കണം. അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമായ നഗരം നോക്കി പാർത്തു. കേട്ടോ, നിനക്കിവിടെ എന്തുണ്ടെന്നല്ല, നിത്യതയുടെ വെളിപ്പാട് വന്നാൽ നിന്റെ ഇവിടുത്തെ സീറോയാ. ഈ ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയേക്കുന്ന ഭയങ്കരോ. അതിനകത്ത് ഒരു കാര്യം പറയാം, നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒന്നും കൊണ്ടുപോകത്തുമില്ല, ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ വല്ല ഗമ അടിക്കാൻ പോയി. ഇന്ന് രാത്രി ശ്വാസം നിന്ന് പോയാൽ എവിടെ ഇടപാട് തീർന്നില്ലേ? വീട്ടിൽ ചിരിച്ചോണ്ടിരിക്കുന്ന നീ അന്ന് പോയിട്ട് ഭിത്തിയെ ചിരിച്ചോണ്ടിരിക്കും ഇല്ലേ? ദൈവത്തിന് ഒറ്റ ഒരുത്തൻ അഹങ്കാരിയാകാതിരിക്കാനാണ് തമ്പുരാൻ ചെയ്തേക്കുന്നത്. പിടി കിട്ടിയോ? ഒരു ഗമയും വേണ്ട. നിങ്ങൾക്കറിയോ, ഈ ശരീരത്ത് തന്നെ ഒരു പരിപാടി നടക്കുന്നേ. ഉയ്യോ, ഓരോ സെക്കൻഡും ബ്ലഡിൻ്റെ പമ്പിങ്. പിന്നെ നമ്മൾ ഉറങ്ങുമ്പോൾ ഈ ശരീരത്ത് ഭയങ്കര പണി. നമ്മുടെ ശരീരത്ത് അവയവമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ ചെല്ലണം. മുഴുവൻ അവയവത്തിൻ്റെ പേരെഴുതി വെച്ചേക്കുക. അതിന് 2 ഡോക്ടർമാർ ഉണ്ടെന്നില്ല. നിന്നെ ഒന്ന് കിട്ടിയേച്ചാൽ മതി, അപ്പോൾ ഇത് ഇരുത്തി ചികിത്സിച്ചോളൂ. അപ്പോഴാണ് നിൻ്റെ എവിടെയൊക്കെ പമ്പിങ് കുറവുണ്ട്, എവിടെയൊക്കെ ചാർജിങ് കുറവുണ്ട് മിണ്ടുന്നില്ല. അമേരിക്കയിൽ ഒരു ഡോക്ടറെ കാണാൻ ഒരാൾ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, സ്തോത്രം, നിനക്കൊരു പ്രശ്നമുണ്ട്, നിർത്താതെ കൈയടിക്കണം. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ യോഗത്തിന് പോയിട്ട് 6 മാസമായിട്ട് കൈയടിക്കുന്നില്ലായിരുന്നു, നിർത്താതെ അടിച്ചാൽ മതി, അസുഖം പോകുന്നു. പുള്ളി യോഗത്തിന് വന്ന് അന്ന് കൊണ്ട് കൈയടി തുടങ്ങി. സഭക്കാർ വിചാരിച്ച അഭിഷേകം പ്രാപിച്ചാൽ 6 മാസം ഭയങ്കര കൈയടി. 6 മാസം കഴിഞ്ഞ് കൈയടി നിർത്തിയപ്പം ചോദിച്ചു, എന്നാ? ഡോക്ടർ പറഞ്ഞാൽ അന്ന് കൈയടിക്കാം. പാസ്റ്റർ പറഞ്ഞാൽ അടിക്കുകയല്ല, ഡോക്ടർ പറഞ്ഞാൽ അടിക്കും. പാസ്റ്റർ പറഞ്ഞാൽ ബൈക്ക് കേടാ യോഗത്തില്, ഡോക്ടർ പറഞ്ഞാൽ അന്ന് രാത്രി മുഴുവൻ റോഡേ നടക്കും. മിണ്ടുന്നില്ല. ഇപ്പം ചിലർ പാസ്റ്റർമാർ പറഞ്ഞാൽ കേൾക്കാത്തവരെ ഡോക്ടറെ കൊണ്ട് പറയിപ്പിക്കും. ഓർത്തോണം, ദൈവത്തിന് കഴുതയെ കൊണ്ട് പറയിപ്പിക്കാം. നിങ്ങളാരും മിണ്ടുന്നില്ലല്ലോ. ബലിയാൻ ആര് പറഞ്ഞാലും കേൾക്കുകയല്ല, കഴുത പറഞ്ഞാൽ കേൾക്കും. സ്തോത്രം. ഇവിടെ എന്താ ദൂത്? നമുക്ക് ഇച്ചിരുടെ ഗഹനമായിട്ട് വരാം. ഹൃദയത്തിനുള്ളിലാണ് ശുദ്ധീകരണം നടക്കേണ്ടത്. ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ പറയാം, ആർക്കും അണയ്ക്കാൻ വയ്യാത്തൊരു തീ നിൻ്റെ അകത്തിന്ന് കത്തണം. എനിക്കെന്തോ ഹോളി സ്പിരിറ്റ് ഫീലിംഗ് തരുക. ഇന്ന് ഈ മീറ്റിംഗ് തീരുന്നതിന് മുമ്പ് ആർക്കും വെള്ളം ഒഴിച്ച് കെടുത്താൻ പറ്റാത്ത, ഒരു വാക്കുകൾക്കും അണയ്ക്കാൻ പറ്റാത്ത ഒരു തീ തിരുവചനത്താൽ നിന്റെ അകത്തുനിന്ന് ഉളവായി വരട്ടെ. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യ്. ഇന്ന് ആരാധന ആശീർവാദം പറയുന്നതിന് മുമ്പ് നിന്റെ അകത്ത് തീ ഉണ്ടാകണം.
ഞാനിപ്പോൾ ഓർക്കുന്നൊരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. എപ്പിലെപ്സി എന്ന രോഗം വരുന്ന ഒരു സഹോദരൻ, എന്നും അവനിങ്ങനെ ഗുളിക കഴിച്ച് ഒരു കിക്കായവനെ പോലെ നടക്കുന്നത്. ഒരു ദിവസം അവനുമായിട്ട് എനിക്ക് സംസാരിക്കാനുള്ള അവസരം തന്നു. ഞാൻ ഏറ്റവും കൂടുതൽ ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നയാളാണ്. സംസാരിക്കാൻ അവസരം തന്നപ്പം ഞാൻ അവനോട് ചോദിച്ചു, മോനെ, ദൈവവചനം കേൾക്കുമ്പോൾ നിനക്ക് എന്തെങ്കിലും ഫീലിംഗ് ഉണ്ടോ? ഇല്ല, ഉറക്കം വരികയാണ് പതിവ്. ഞാൻ പറഞ്ഞു, നീ ഇപ്പോൾ ഇവിടെ വന്നേ എന്തിനാ? അത് പാസ്റ്റർ യോഗം കഴിഞ്ഞ് തലേ കൈവെക്കണം. ഞാൻ പറഞ്ഞു, അതിനെക്കാട്ടി വലുത് പറയാം. തിരുവചനം നിൻ്റെ അകത്ത് ക്രിയ ചെയ്താൽ നീ ഹീലാവും. ഞാൻ പറഞ്ഞു, മോനെ, ശനിയാഴ്ച രാത്രി നീ എപ്പിലെപ്സിയുടെ ഗുളിക കഴിക്കരുത്, അല്ലാതെ ഉറങ്ങണം. ഞായറാഴ്ച നീ ഉണർവോടെ യോഗത്തിന് വന്നിരിക്കണം. കൈയടിച്ച് പാട്ട് പാടണം. വചനം കേൾക്കുമ്പോൾ ബൈബിള് തുറന്ന് ആ വചനം കേൾക്കണം. ആ തിരുവെഴുത്തിൽ നിന്നോട് സംസാരിച്ച വചനം നീ ഒരു നോട്ട്ബുക്ക് കൊണ്ടുവന്ന് എഴുതണം. വീട്ടിൽ ചെന്നിരുന്ന് ആ വചനം പറയണം. വീട്ടിൽ കൂടെ നടക്കണം, ആ വചനം പറയണം. നിങ്ങൾക്ക് കേൾക്കണോ? ആ മകൻ പൂർണ്ണമായി 3 മാസം കൊണ്ട് ഹീലായി. ഞാനൊരു ദൂത് നിന്നോട് പറയാം, നിന്നോട് ചേർന്ന് നടക്കാൻ ദൈവം കൊതിക്കുന്നു. നിന്റെ ഉള്ളിൽ തീ പകരാൻ ദൈവം ആഗ്രഹിക്കുന്നു. എത്ര പേര് അമ്മ അതിന് ആത്മാവിൽ സ്തോത്രം ചെയ്യാൻ പറ്റും? ഇന്ന് പിടിക്കുന്ന ചിലരോടൊക്കെ ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുക, ഇന്ന് വചനം കേൾക്കുമ്പോൾ നിന്റെ അകത്ത് ഒരു തീ. ഓ ഹല്ലേലൂയ, അമ്മ ദൈവത്തിന് സ്തോത്രം. ഇനിയും അവിടെ എഴുതിയിരിക്കുക, വചനം തുളച്ചു ചെല്ലുന്നു. അടുത്ത കേട്ടെ, സ്തോത്രം. ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാണ്. വചനം അങ്ങോട്ട് വിവേചിക്കും. എന്തുവാ? അതെങ്ങനെയാ പാസ്റ്ററെ? പ്രാർത്ഥിച്ചുകൊണ്ട് നീ വീട്ടിൽ പറയുന്ന കാര്യം ഉപദേശി സ്റ്റേജേ പറയും. കാരണം നിന്റെ വീട്ടിലെ കാര്യം, നിന്റെ ഹൃദയത്തിലെ കാര്യം ദൈവം വിവേചിക്കുക. കഴിഞ്ഞ രാത്രി നീ ചിന്തിച്ചു കൂട്ടിയ കാര്യം ദൈവം ഇവിടെ വിവേചിക്കുക. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യ്. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പ്രവചിച്ചു പറയാം, നിന്റെ അകത്തൊരു ആത്മീക തീ വരണം. നിന്റെ അകത്തൊരു വചനത്തിന്റെ തീ വരണം. നിന്റെ ചിന്തകളെ വിവേചിക്കുന്ന എനിക്കെന്തോ ദൈവം ബോധ്യം തരും. ആരുടെയൊക്കെയോ ജീവിതത്തിന്റെ അവസ്ഥകൾ മാറാൻ പോവാ. യേശു നിന്നോട് ചേർന്ന് നടക്കുന്നൊരു ഫീൽ. ഓ ഹല്ലേലൂയ റബഹസി. ബൈബിളിൽ ചില വാക്യങ്ങളുണ്ട്. ശൗമേലിന്റെ 1-ാം പുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം, 3-ാം അധ്യായം 19-20 വാക്യം. എന്നാൽ ശമൂവേൽ വളർന്നു, യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു. ശമൂവേൽ വളർന്നു, യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു. യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു. ദൈവം കൂടെ ഇരുന്ന് വളരുന്ന ശമൂവേൽ. ഹല്ലേലൂയ. എന്നോട് ദൈവം തരുന്നൊരു ബോധ്യം, ചിലരോട് ദൈവം ചേർന്ന് നടക്കാൻ പോവുക. ചിലരുടെ വളർച്ചയിൽ ദൈവത്തിൻ്റെ വലിയ പങ്ക് വെളിപ്പെടാൻ പോവുക. എനിക്ക് ആത്മാവിൽ തരുന്ന ചില ബോധ്യങ്ങളാണ് പറയുന്നത്. ജീസസ്, ഒന്നുകൂടെ പറയാം, നിന്റെ വീടിൻ്റെ മുഖച്ഛായ മാറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിന്റെ സന്തതിയുടെ മുഖച്ഛായ മാറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നു. എത്ര പേർ മനസ്സിൽ പറയും, എന്നോട് ചേർന്ന് നടക്കണേ, അങ്ങ് എന്നോടൊന്ന് ചേർന്ന് നിൽക്കണമേ. നിങ്ങൾ ശ്രദ്ധിക്കേ, ശമൂവേൽ വളർന്നു. എന്നാൽ ശമൂവേൽ വളർന്നു, യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു. അവന്റെ വചനങ്ങളിൽ ഒന്നും നിഷ്ഫലമാകുവാൻ ഇടവരുത്തിയില്ല. ദാൻ മുതൽ ബർശേബ വരെയുള്ള ഇസ്രായേലൊക്കെയും ശമൂവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ എന്ന് ഗ്രഹിച്ചു. കണ്ടോ, ദൈവം കൂടെ ഇരുന്നവൻ പ്രവചിക്കാൻ തുടങ്ങി. ദാൻ മുതൽ ബേർ. എന്നോട് ദൈവം പറയാം, ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര കാര്യങ്ങൾ നടക്കും. ഇപ്പോൾ നിന്റെ വീട്ടിൽ നടമാടുന്ന മുഴുവൻ അന്തരീക്ഷവും ഒരു ചുരുട്ടി മാറ്റുന്ന പോലെ ദൈവം ചുരുട്ടി മാറ്റിയിട്ട് നിന്റെ വീട്ടിനകത്ത് പുതിയ അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാൻ പോവുക. ഓ ജീസസ്. മമ്രയുടെ തോപ്പിൽ അബ്രഹാമിൻ്റെ വീട്ടിൽ നിരാശ തളം കെട്ടിയ മേഖലകളെ തമ്പുരാൻ ചുരുട്ടി മാറ്റിയിട്ട് മറുപടി കുറിക്കുവാൻ ദൂതന്മാരെ ഇറക്കിയതുപോലെ ഇന്ന് ആരാധന ആശീർവാദം പറയുന്നതിന് മുമ്പ് നിന്നോട് ചേർന്ന് നടന്ന്. ഇവിടെ നോക്കിയോ, ഞാനൊരു കാര്യം പറയാം. ഒരു
ഞാനിവിടെ നിന്നോടൊരു ദൂത് പറയുവാണ്. നിന്നെ തള്ളിയിറക്കുന്ന ചേട്ടന്മാരുണ്ടെങ്കിൽ നിന്നെ പിടിച്ചു കയറ്റാൻ ചിലരെ അതിനകത്തുനിന്ന് എഴുന്നേൽപ്പിക്കാൻ പോവാ. ഞാൻ വെളിപ്പാട് കണ്ടുകൊണ്ടാ പറയുന്നത്. യേശുവിൻ്റെ നാമത്തിൽ നീ ചിന്തിച്ചു കൂട്ടിയ പദ്ധതികളൊക്കെ പൊളിഞ്ഞു പോയെങ്കിൽ ദൈവം പുതിയ പദ്ധതിക്ക് രൂപം കൊടുക്കുക. ഓ യെസ്, ഈ പന്തലിനകം ദൈവ സാന്നിധ്യം കൊണ്ട് നിറയുന്നു. ഇന്നിവിടെ കൂടെ യെസ്. ഓ, നിന്റെ ചിന്തകൾ മാറുന്നു, നിന്റെ ഭാഷകൾ മാറുന്നു, നിന്റെ സ്തോത്രം യെസ്. ഓ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. കണ്ടോ, ചിലരെ ദൈവ സാന്നിധ്യം പൊതിയുക. നിന്നെ എന്നും ഇങ്ങനെ സാത്താനിട്ട് തട്ടിക്കളിക്കത്തില്ല. നിന്റെ പേര് കേൾക്കുമ്പോൾ സാത്താൻ ഭയപ്പെടും. നിന്റെ സ്തോത്രം കേൾക്കുമ്പോൾ സാത്താൻ ഭയപ്പെടും. ആ ലെവലിലോട്ട് നിന്നെ യെസ്. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഞാനൊരു ആത്മനിയോഗം പറയാം. ചില വീടുകളെ ദൈവം നോട്ടമിട്ടിട്ടുണ്ട്, ചില വ്യക്തികളെ ദൈവം നോട്ടമിട്ടിട്ടുണ്ട്. 80 വർഷം ജീസസ് മോശ കാത്തിരുന്നു തൻ്റെ മേൽ കിടക്കുന്നൊരു പ്രവചനം വെളിപ്പെടാൻ. അത് വെളിപ്പെട്ടത് പർവ്വത മുകളിൽ ഇറങ്ങിയ ദൈവ സാന്നിധ്യത്തിൽ വെച്ചാ. ഞാൻ എന്തോ ഹോളി സ്പിരിറ്റ് പറയുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ജീവിച്ചു വന്ന ജീവിത ശൈലികളെ പരിശുദ്ധാത്മാവ് ഒരു സാന്നിധ്യത്തിൽ something happened. എന്തോ ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ചില ഹൃദയങ്ങളിൽ ഹസ്ബലാധകക്ഷി, നീ ഇന്ന് വെറുതെ വന്നതല്ല. ഓ, നിൻ സാന്നിധ്യം മതി കർത്താവേ, നിൻ സാന്നിധ്യം മതി കർത്താവേ. ഓ, മോശ പറയാ, ദൈവമേ, നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ലെങ്കിൽ എന്നെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. ദൈവം പറയാ, എന്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരും. എന്നെ ശ്രദ്ധിച്ചിരുന്നേ. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയാം, നിന്റെ സന്തതി വരെ ദൈവ സാന്നിധ്യത്തിൻ്റെ നിയന്ത്രണത്തിലാവും. പൊട്ടാത്ത പാരമ്പര്യങ്ങൾ പൊട്ടി നിന്റെ വീട് ദൈവ സാന്നിധ്യത്തിലാവും. ഹോളി സ്പിരിറ്റ് കല്ലറകളെ തുറന്നവൻ, കണ്ണുകളെ തുറന്നവൻ, ബുദ്ധിയെ തുറന്നവൻ ഇന്ന് ഇതിനകത്ത് ഇറങ്ങി നിൽക്കുക. ലഖ സഥാന ഹസാന മംഥ രബാക്ഷധാന ലാഥ സിഥ മനാസദാന. ഇതിനകത്ത് ദൈവശക്തി ഇറങ്ങുന്നു. എനിക്ക് കാണാം ചില വീടുകൾക്കകത്ത് സാത്താൻ ഒരുക്കിയിട്ട സാത്താന്യ അന്തരീക്ഷങ്ങൾ ഇന്ന് പകൽ ജീസസ് പായി ചുരുട്ടി മാറ്റുന്ന പോലെ ദൈവം നിന്റെ വീട്ടിൽ നിന്ന് ചുരുട്ടി മാറ്റിയിട്ട് നിന്റെ യെസ്. സ്തുതിക്കണേ, സ്തുതിച്ചോ. ആരാധിക്കണേ, ആരാധിച്ചോ. ഹോളി സ്പിരിറ്റ്. ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാം. ഇന്ന് വിടുതൽ നടക്കാൻ പോകുന്നത് ചിലരുടെ ചിന്താമണ്ഡലങ്ങളിലാണ്. നിന്നെ വല്ലാതിട്ട് റോങ്ങായി ചിന്തിപ്പിച്ച് റോങ്ങായിട്ടുള്ള ഭയം നിന്റെ അകത്ത് കടത്തിവിട്ട് നിന്നെ പരസ്യ കോലമായി തകർക്കാൻ നോക്കുന്ന ദുഷ്ടശക്തി ഇന്ന് നിന്റെ ഉപബോധ മനസ്സിൽ നിന്ന് ഒഴിഞ്ഞു പോകും. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ഗ്ലോറി ടു ഗോഡ്. ചിലരുടെ ചിന്താമണ്ഡലത്തിൽ പരിശുദ്ധാത്മ സാന്നിധ്യം ഫീൽ ചെയ്യാൻ പോവുക. യെസ്, ചിലരുടെ ചിന്താമണ്ഡലത്തിൽ പരിശുദ്ധാത്മ സാന്നിധ്യം. എന്നെ ശ്രദ്ധിച്ച് ഒരു ചോദ്യം മാത്രം ചോദിക്കട്ടെ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് 24 hours
ദൈവസാന്നിധ്യത്തിൽ നിറഞ്ഞു ജീവിപ്പാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഞാനിപ്പോഴും പറയാം, നീ സൗഖ്യമായോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ സബ്ജക്റ്റ്. നിൻ്റെ കടം മാറിയോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ സബ്ജക്റ്റ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എനിക്ക് നീന്തൽ അറിയത്തില്ല, കാരണം ഞാൻ നീന്തിയിട്ടില്ല. ജീസസ്, ഞാൻ വെള്ളത്തിലിറങ്ങിയ ബ്ലുമെന്ന് താഴെ പോവും. പക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നീന്തൽ അറിയാവുന്നവർ കയ്യും കാലും ഒക്കെ മെല്ലെ ഒന്ന് അനക്കിയാൽ മതി, അമ്മമാർ വെള്ളത്തിൻ്റെ മുകളിൽ പടർന്ന് കിടക്കും. ഇതുപോലെ ആത്മസാന്നിധ്യത്തിനകത്ത് മുഴുകുന്ന അനുഭവങ്ങൾ ഉണ്ടാകണം. ഗ്ലോറി ടു ഗോഡ്. എനിക്കെന്തോ ദൈവാത്മാവ് ബോധ്യം തരുക, നിന്റെ മൈൻഡിലിട്ട് റോങ് ആയിട്ട് സാത്താൻ അഴിച്ചുവിടുന്ന മുഴുവൻ നെഗറ്റീവ് തോട്ട്സുകളെ ഇന്ന് റിജക്റ്റ് ചെയ്യുന്ന യേശുവിൻ്റെ നാമത്തിൽ. അബ്രഹാമേ, ഞാൻ നിനക്ക് ചുറ്റും പരിചയ. ഒത്തിരി കഴിവുള്ള നിന്നെ ഒരു കഴിവുമില്ലാത്തവനാക്കി ബന്ധിച്ചെങ്കിൽ, ഒത്തിരി കഴിവുള്ള നിന്നെ ഒരു കഴിവുമില്ലാത്തവളായി ഹോളി സ്പിരിറ്റ് എനിക്കെന്തോ പരിശുദ്ധാത്മാവ് ബോധ്യം തരുക. ഇന്ന് ആരാധന തീരുന്നതിന് മുമ്പ് ഹല്ലേലൂയ, ചിലരുടെ ഉപബോധ മനസ്സിനകത്ത് നിന്നെ നിരാശപ്പെടുത്തുന്ന ചിന്താമേഖല ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ പൊട്ടാൻ പോവുക. ഞാൻ കാണുന്ന കാഴ്ച ഒരു പാ ചുരുട്ടി മാറ്റുന്ന പോലെ നിന്റെ ഉപബോധ മനസ്സിനകത്തുനിന്ന് റോങ്ങായ തോട്ട്സ്, റോങ്ങായ ചിന്തകൾ ദൈവം ചുരുട്ടി മാറ്റുക. ഇനി അതവിടെ വേണ്ട. ഞാനൊരു കാഴ്ച വേദപുസ്തകത്തിലെ ഒരു വെളിപ്പാട് പറയാം. എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചൊരു ദൂത, യോബിൻ്റെ പുസ്തകത്തിലെ വാക്യം കിടപ്പുണ്ട്. എൻ്റെ വേര് വെള്ളത്തോളം പടർന്നു ചെല്ലുന്നു, രാത്രിയിൽ എൻ്റെ കൊമ്പുകളിൽ മഞ്ഞ രാ പാർക്കുന്നു. സ്തോത്രം. ഒന്നുകൂടെ ഞാൻ പറയാം, എൻ്റെ വേര് ജീസസ് എവിടെ? വെള്ളത്തോളം പടർന്നു ചെല്ലുന്നു. യോബ് മുറിക്കപ്പെട്ട് കഴിഞ്ഞപ്പം, സ്തോത്രം, അവൻ അവൻ്റെ ആത്മകഥത്തിൽ നിന്നുകൊണ്ട് പറയുക, സ്തോത്രം, എന്റെ പേർ വെള്ളത്തോളം പടർന്നു ചെല്ലുന്നു. യോബിന്റെ പുസ്തകം 29-ാം അധ്യായം 19-ാം വാക്യം. എന്റെ പേർ വെള്ളത്തോളം പടർന്നു ചെല്ലുന്നു. എന്റെ വേര് വെള്ളത്തോളം പടർന്നു ചെല്ലുന്നു. എന്റെ കൊമ്പിന്മേൽ മഞ്ഞ രാ പാർക്കുന്നു. എന്നെ നോക്കിയേ, യോബ് എന്ന വൃക്ഷത്തിന്റെ മുഴുവൻ ശിഖരവും പിശാച് മുറിച്ചു. ആരോഗ്യം എന്ന ശിഖരം, സമ്പത്ത് എന്ന ശിഖരം, കുടുംബം. ഇപ്പൊ അതിലൊന്നും ഇലയില്ല, ചുമ്മാ കമ്പേ ഉള്ളൂ. തമ്പുരാൻ ഇതൊന്ന് കിളിപ്പിക്കണം. കിളിപ്പിക്കാൻ ചെയ്ത് കേൾക്കണോ? ഇവന്റെ വേര് വെള്ളം വരെ പടർന്നു. അത് പോരാന്ന് തോന്നിയിട്ട് ദൈവത്തിൻ്റെ മഞ്ഞുതുള്ളികളെ ദൈവം അതിൻ്റെ കൊമ്പുകളിൽ രാപാർപ്പിച്ചു എന്ന് പറഞ്ഞാൽ മനസ്സിലായാം. താഴെ നിന്നും മേളിൽ നിന്നും ഒരു സപ്പോർട്ട് നിന്റെ വളർച്ചയ്ക്ക് ദൈവം തരാൻ പോവുക. നിന്റെ യേശുവിൻ്റെ നാമത്തിൽ ഈ ദൂത് അവസാനിക്കുന്നതിന് മുമ്പ് ആത്മതലങ്ങളിൽ നിന്നുകൊണ്ട് ഞാൻ പറയാം, നീ ജനിച്ചിട്ട് ഇതുവരെ നടക്കാത്ത കാര്യം നിന്റെ ഫാമിലി നടക്കും. അല്പനിമിഷം സ്തുതിക്കാമെങ്കിൽ സ്തുതിക്ക്. ആ ദൈവ സാന്നിധ്യം ഈ ചർച്ചിനകത്ത്, ആ ദൈവ സാന്നിധ്യം ഈ ജനത്തിനിടയില്. ഞാൻ വീണ്ടും പറയുന്നു, രോഗത്തെ ഓർത്ത് ചഞ്ചലപ്പെടണ്ട, കടത്തെ ഓർത്ത് ചഞ്ചലപ്പെടണ്ട, ഭാവിയുടെ വഴി ബ്ലോക്കായി ചഞ്ചലപ്പെടണ്ട. ദൈവ സാന്നിധ്യത്തിൽ മറ. നീ കാണാത്ത വഴി തുറക്കും, നീ കേൾക്കാത്ത വഴി തുറക്കും, നീ ചിന്തിക്കാത്ത ആരോടൊക്കെയോ ദൈവം സംസാരിക്കുക. നിന്റെ ലൈഫ് ഒരു അത്ഭുതമാകണമെങ്കിൽ യോഗത്തിന് വരുമ്പോൾ കൈയടിച്ചാൽ പോലെ 24 hours
ദൈവ സാന്നിധ്യത്തിൽ മുങ്ങി. നിങ്ങൾക്കറിയോ, ബൈബിളിലെ ഒരു ചെറിയ കാര്യം പറയാം, ഞാൻ സമയമൊക്കെ കഴിഞ്ഞെങ്കിലും പറയാം. യഹോവ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു. ബാക്കി പറയാമോ? അടുത്തിരിക്കുന്ന ആളെ നോക്കി പറ, നീ പറയുന്ന മുഴുവൻ കർത്താവ് കേൾക്കുന്നുണ്ടെന്ന് പറ. വീട്ടിൽ പറഞ്ഞതും കേട്ടു, കാറെ പറഞ്ഞതും. കൊണ്ട് നോക്കി കണ്ടൊക്കെ വർത്താനം പറയണം. ഇനി പറഞ്ഞത് മാത്രമേ കേട്ടുള്ളൂ. തോമസ് കർത്താവില്ലാഞ്ഞമ്മ പറഞ്ഞു, അവൻ്റെ ആണിപ്പഴുതിൽ വിരലിട്ടിട്ടല്ലാതെ കർത്താവ് അടുത്ത വരവ് ഇങ്ങോട്ട് വന്നേച്ച് പറഞ്ഞു, തോമസ് മുന്നോട്ട് കയറി നിൽക്കുക. എന്നാ കർത്താവേ, നിൻ്റെ ആ കൈ എടുത്ത് എൻ്റെ ആണിപ്പാഴുള്ളിടത്തോട്ട് ഇട. അയ്യോ കർത്താവ്, ഇപ്പം ചങ്കത്തടിച്ചിട്ട് കാര്യമില്ല, ഞാനില്ലാത്തവൻ നീ പറഞ്ഞു പിടിപ്പിച്ചൊക്കെ സൂക്ഷിച്ച് കേട്ടോണം. ഇപ്പം എല്ലാം കർത്താവ്. അതുകൊണ്ടാണ് മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും കണക്ക് കൊടുക്കണം. റെഡിയാന്നേ പറഞ്ഞു. ഇത് കുഞ്ഞുകളിയാന്നോ? സാത്താൻ ഉണ്ടായത് എങ്ങനെ? പുള്ളി പറഞ്ഞില്ല, ചിന്തിച്ചതേ ഉള്ളൂ, ഹൃദയത്തിൽ പറഞ്ഞു. എന്തുവാ ചൊല്ലി വാവുകൊണ്ട് പറയത്തില്ല, കള്ളം വരുന്നുണ്ട്. അങ്ങനെ ഈ പുള്ളി പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മേളി ചിന്തിച്ചവനെ വെട്ടിയെന്ന. അവിടെ ഒരു പരിഗണനയില്ല. സ്തോത്രം പോയല്ലോ. വാ കൊണ്ട് പറയുന്ന സൂക്ഷിച്ചോണം, ഹൃദയത്തിൽ പോണമെന്ന് തോന്നുന്നുണ്ടോ ഇപ്പം? ഹൃദയം കൊണ്ട് ചിന്തി. അപ്പോൾ വാ കൊണ്ട് പറയും, വീട്ടിൽ ഭാര്യയും ഭർത്താവും പറയുന്നതും സൂക്ഷിച്ചോണം, കാറെ പറയുന്നത് സൂക്ഷിച്ചോണം, ഡൈനിങ് ടേബിളെ പറയുന്നത് സൂക്ഷിച്ചോണം. അതുകൊണ്ടാണ് പറഞ്ഞ 24 hours ദൈവ സാന്നിധ്യത്തിൽ ലൈഫ് കൊണ്ടുപോകണം. റെഡിയാണോ? നിന്റെ വീട്ടിൽ ഞാൻ പറയാം, ഒരു ദുഷ്ടനും പ്രവർത്തിക്കുകയില്ല. നിന്റെ വീട്ടിൽ ദൈവ സാന്നിധ്യം വസിച്ചാൽ. ഇന്ന് ഈ മെസ്സേജ് തീരുമ്പം ഞാൻ ആത്മാവിൽ കാണുക, ചില വീട് നിങ്ങൾ വന്നത് പ്രാർത്ഥിച്ചൊരു വിടുതൽ പ്രാപിക്കാനല്ല, മരിക്കുന്നിടം വരെ ദൈവ സാന്നിധ്യം അനുഭവിച്ച് ആ ദൈവത്തിൻ്റെ രാജ്യത്ത് പോകാനാ. ചോദ്യം, ഈ ഒരാഴ്ച മുഴുവൻ എത്ര പേര് തീരുമാനമെടുക്കും, ദൈവ സാന്നിധ്യം 24 മണിക്കൂറും എൻ്റെ ചിന്തയിൽ നിന്നും സംസാരത്തിൽ നിന്നും പോകാതെ ഞാൻ സൂക്ഷിക്കും എന്ന് തീരുമാനമെടുക്കുന്നവരുണ്ടെന്ന് കൈപൊക്കിക്കേ. ഇങ്ങനല്ല ഉയർത്തു വന്നാൽ നന്നായിട്ട്, അല്ല ഉയർത്തിയില്ലെന്ന് തന്നെ. ചിലർ ഉയർത്തിയിട്ടില്ല, കാരണം അവരെ കൊണ്ട് നടക്കത്തില്ല. ഞാനൊരിക്കൽ 65 വയസ്സുള്ള ഒരു ഭാര്യയും ഭർത്താവിനെ എൻ്റെ അടുക്ക പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ അനുഗ്രഹത്തിന് തടസ്സം മന്ത്രവാദിയല്ല, അയലോക്കത്തുകാരനല്ല, പിശാചല്ല, നിങ്ങൾ ആരുടെയും കുറ്റം പറയത്തില്ലെന്ന് തീരുമാനം എടുക്കാമെങ്കിൽ നിങ്ങൾക്ക് വിടുതലാന്ന് പറഞ്ഞു. 3 ദിവസം കഴിഞ്ഞ് ഞാൻ വിളിച്ചു. നേരം പറഞ്ഞു, ഒരു രക്ഷയില്ല കേട്ടോ, നമ്മളോട് സാധാരണ പറയുന്ന ആൾക്കാരൊക്കെ വീടിൻ്റെ അവിടെ വന്നപ്പോൾ ഞാൻ ചായ കുടിക്കുക കാപ്പി കുടിക്കുക എന്നൊക്കെ പറഞ്ഞു വിട്ടു. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വിളിച്ചു, അച്ഛാ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു, മൊത്തം പൊട്ടിയുടെ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു. വിടുതൽ കിട്ടുന്നേ കിട്ടട്ടെ, എന്നാലും എനിക്ക് ഈ കുറ്റം പറയാതിരിക്കാൻ. ഇന്നും കിട്ടിയിട്ടില്ല, കിട്ടാൻ വലിയ പ്രയാസമാണ്. അതിൻ്റെ കാരണം എന്താ? നീ അവൻ്റെ മകനാ. നിന്റെ ഓരോ വാക്കും ദൈവം ശ്രദ്ധിക്കുന്നു. നിന്റെ ഓരോ ചിന്തകളും നീ പറയാം, നിങ്ങൾ മാത്രമല്ല ഞാൻ അടക്കം കർത്താവ് നിന്നെ മറ്റൊരു ലെവലിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. റെഡിയാണോ നിങ്ങൾ സ്വീകരിക്കാൻ?